തിരുപ്പതി ലഡു വിവാദത്തിൽ ഹിന്ദു സമൂഹം ആശങ്കയിലെന്ന വിശ്വ ഹിന്ദു പരിഷത്ത്. മറ്റു ചില ക്ഷേത്രങ്ങളിലും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട്. ശബരിമല ക്ഷേത്രത്തിലും അശുദ്ധമായ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം, ക്ഷേത്രങ്ങളുടെ ഭരണം വിശ്വാസികളെ ഏൽപ്പിക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ പറഞ്ഞു. വഖഫിൻ്റെ പേരിൽ കൊള്ള നടക്കുകയാണ്, സമൂഹത്തെ കൊള്ളയടിക്കുന്നതിന് ഭരണഘടനയെ മറയാക്കുകയാണ്. ഡൽഹിയിൽ 6 ക്ഷേത്രങ്ങളിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചു. വയനാട്ടിൽ വിശ്വ ഹിന്ദു പരിഷത്തും RSSും സേവാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് മാതൃകാപരമാണെന്ന് സുരേന്ദ്ര ജെയിൻ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. अभी पिछले दिनों शबरीमला से भी शिकायत आई थी। वहां पायसम के अंदर इसी प्रकार के अशुद्ध पदार्थ मिलाए गए थे, लेकिन जब हम इन सब में कॉमन बात देखते हैं तो ये पाते हैं ये मंदिर वो हैं जिनको सरकारों ने कब्जा किया हुआ है, जिनका सरकारीकरण हो चुका है, और नौकरशाह और राजनेता ये दोनों मिलकर लूट मचा रहे हैं और हिंदुओं की आस्थाओं के साथ खिलवाड़ कर रहे हैं. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, ഹിന്ദു സമൂഹം വലിയ ആശങ്കയിലാണ്. അതായത് തിരുപ്പതി ലഡു വിവാദവുമായി ബന്ധപ്പെട്ട് തിരുപ്പതിയിൽ മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിൽ, ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ നടക്കുന്നുണ്ട് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഈ തിരുപ്പതി ലഡു വിഷയത്തിലാണിപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ സർക്കാർ ഭരണത്തിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളും വിശ്വാസി സമൂഹത്തിന് വിട്ടു നൽകണമെന്നുള്ള ആവശ്യം വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പോൾ വീണ്ടും ഉയർത്തുന്നത്. ഇതാദ്യമായല്ല വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളോ ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. കാലാകാലങ്ങളായി ഇത്തരം ഒരു ആവശ്യം ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഈ തിരുപ്പതി സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ ആവശ്യം വീണ്ടും വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുകയാണ്. ഇതിനായിട്ട്, അതായത് ക്ഷേത്രങ്ങളുടെ ഒരു വിമോചനത്തിനായി ശക്തമായ പ്രതിഷേധത്തിൽ കിടക്കാനാണ് വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ച് ഗവർണർമാർക്ക് പ്രത്യേക നിവേദനം നൽകുവാൻ വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്ത് താഴെത്തട്ടിലേക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ 400 ക്ഷേത്രങ്ങളടക്കം ഇപ്പോൾ സർക്കാർ ഭരണത്തിന് കീഴിലാണ്. മാത്രമല്ല, നേരത്തെ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് സർക്കാർ ക്ഷേത്രത്തിൽ നിന്നുമുള്ള വരുമാനമെടുത്ത് മറ്റ് ഇസ്ലാമിക ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനായി നൽകിയ കാര്യവും വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ഈ തിരുപ്പതി പോലുള്ള സംഭവം ഇതാദ്യമല്ല. കേരളത്തിലെ ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അതേപോലെ തന്നെ ശബരിമലയിലുമടക്കം ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് പ്രസാദത്തിൽ അശുദ്ധ വസ്തുക്കൾ ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല, ഈ ക്ഷേത്രത്തിലെത്തുന്ന പണം അത് ഹിന്ദുക്കളുടെ മോചനത്തിന് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ സമസ്ത സുഖത്തിനായി ഉപയോഗിക്കണമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മറിച്ച് അഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവർക്കോ അല്ല ആ പണം നൽകേണ്ടതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട്, അതായത് ക്ഷേത്രങ്ങളുടെ വിമോചനം, അതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അതിന്മേൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം. അഖിൽ, തിരുപ്പതി ലഡു വിവാദത്തിൽ ഹിന്ദു സമൂഹം ആശങ്കയിലെന്ന വിശ്വ ഹിന്ദു പരിഷത്ത്. മറ്റു ചില ക്ഷേത്രങ്ങളിലും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട്. ശബരിമല ക്ഷേത്രത്തിലും അശുദ്ധമായ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നു. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ.